പൊതുവെ മഴ തുടങ്ങുന്ന സമയത്ത് ഈ മരത്തിനുണ്ടാവുന്ന ഒരു പ്രശ്നം കായ കൊഴിച്ചിലാണ്. പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം തിന്നു അങ്ങനെ ഓൺലൈനിൽ വരുത്തി നോക്കിയാണ് ആമസോണിൽ വരുത്തിയാണ്. 6 മാസം കൂടുമ്പാണ് ചെയ്യാറുള്ളത്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് നമ്മളെ ലിമേഷ് ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ റംബുട്ടാൻ നന്നായിട്ട് കാഴ്ചിക്കുന്ന മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിൽ നിന്നും ലിമേഷ് കൊണ്ടുവന്ന് നട്ടുണ്ടാക്കിയ മരങ്ങളാണ് കാണുന്നത്. ഇത് E35 റംബൂട്ടാൻ മരമാണ്. നിറയെ കായ ഉണ്ടായിരുന്നു. കായകളൊക്കെ ഏകദേശം പറിച്ചു കഴിഞ്ഞ സമയമാണ്. എങ്കിൽ പോലും ഇപ്പോഴും കുറേ കായകൾ പറിക്കാനുണ്ട്. നല്ല രീതിയിൽ തന്നെ കായ ഉണ്ടായിരുന്നതിൻ്റെ മുകളിൽ കുറേ കായ മഴ തുടങ്ങിയ സമയത്ത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് എന്താണ് കൊഴിഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ലിമേഷ് തന്നെ പറയാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. ലിമേഷ് ഇത് കൂടുതൽ ഇത്തരം മരങ്ങൾ നട്ടുകൊടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ബ്രൂണിങ് നടത്താനോ ഒക്കെ തന്നെ പോകുന്ന ഒരാൾ എന്നുള്ളതിൽ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. ലിമേഷ് തന്നെ അതൊക്കെ വിശദീകരിക്കും. ഇതിപ്പോൾ ഞാൻ മുകളിൽ നിന്ന് പറിച്ചാട്ടോ നമ്മൾ. അപ്പോൾ അതിൻ്റെ മുകളിൽ അടിപൊളിയായിട്ട് നമുക്ക് റംബൂട്ടാൻ ഇങ്ങനെ കാണാം. അപ്പോൾ ഏതായാലും നമ്മൾ മുകളിലേക്കൊന്ന് പോയി നോക്കിയാലോ. ഇതിന് നന്നായിട്ട് വളപ്രയോഗം ചെയ്തിരുന്നില്ല. അത് എത്ര എങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഒന്ന് വിശദീകരിക്കുന്നത്. 6 മാസം കൂടുമ്പാണ് ചെയ്യാറുള്ളത്. എല്ലാ മരങ്ങൾക്കും റംബൂട്ടാൻ എല്ലാ ഫ്രൂട്ട്സിനും. പിന്നെ അതിൽ കുമ്മായിടും. ആദ്യം കുമ്മായിട്ട് മരട്ട് റെഡിയാക്കിയതിന് ശേഷം പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് സൂപ്പർ മീലാണ് കൊടുക്കില്ല. അതിലാകുമ്പോൾ എല്ലുപൊടി മണ്ണാക്ക് പൊട്ടാഷ് അടങ്ങിന് ഇട്ടക്കിൻ്റെ സൂപ്പർ മീല്, പിന്നെ ചാണകപ്പൊടി, ആട്ടിൻകാട്ടം, ഇതാണ് ചെയ്യാറുള്ളത്. പിന്നെ കായ ആയതിൻ്റെ ശേഷം ചെറിയ കൊഴിച്ച് വരുന്നതിനായിട്ട് ഭാഗമായിട്ട് ഞാൻ ബിവേറിയ സ്പ്രേ ചെയ്തിന്. 20 ഗ്രാം ലിറ്റർ വെള്ളത്തിൽ ചെറിയ കായ ആയപ്പോൾ അടിച്ചു കൊടുത്ത് കായലേക്ക് വരുമ്പോഴാണ് അത് അടിച്ചത്. ഞാൻ കായ ഇങ്ങനെ എലികളൊന്നും തിന്നണ കണ്ടപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണിത്. അങ്ങനെ ഓൺലൈനിൽ വരുത്തി നോക്കിയാണ്. ആമസോണിൽ വരുത്തിയാണ്. പക്ഷെ ഇതിൽ വെച്ച് വരുമ്പോൾ കായക്ക് കംപ്ലൈന്റ് വരണ്ട്. കൊല കണ്ടല്ലേ, കേട് വരണ്ട്. ഇതൊരു വിജയമല്ല. നമ്മൾ എപ്പോഴും ചെയ്യാൻ നല്ലത് വല മൊത്തത്തിൽ വലട്ടിട്ട് കൂട്ടി റെഡിയാക്കുക. എന്നാലും എന്താണ് കായകൾക്ക് കേട് വരില്ല. ഇതൊരു വിജയം എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കോ. നമ്മൾ കായ ഇതിലിടുമ്പോൾ കണ്ടില്ലേ, അങ്ങനെ മൊത്തത്തിൽ ഇട്ടതിന് ശേഷം കൊല മൊത്തം അതിലിടാം. ഇത് കൊല ഇടുക. പക്ഷെ കൊല തിങ്ങി വരുമ്പോ ഒക്കെ കൊലക്കൊക്കെ ക്ഷീണം വരണ്ട്. നമ്മൾ കായകൾക്ക് പൊട്ട് കൊടുങ്ങും. അപ്പൊ ഇതൊരു വിജയമായിട്ട് നമ്മൾ കാണരുത്. അപ്പൊ ഇത് പിന്നെ ചെറിയ ചെറിയ ശ്രദ്ധത്തിന് പറ്റും. സപ്പോട്ട, അങ്ങനെ എന്തെങ്കിലും പറ്റുള്ളൂ. റംബൂട്ടാൻ വിജയം. പിന്നെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവും ചെയ്ത്. ഒന്നിന് എത്ര കൊടുത്തിന്? 6.50 ഒന്നിന് വരുന്നുണ്ട്. അപ്പൊ റംബൂട്ടാന്റെ കൊല മൊത്തം ഇടുമ്പോൾ ഒരുപാട് പൈസ വരും. ഇപ്പൊ ഞാനൊരു പേക്ക് 100 ഇതൊക്കെ എടുത്തത് ഒരു ഭാഗത്തേക്ക് ഇല്ല. കണക്കിന് 500 രൂപ മതിയാവും. അപ്പൊ അത് ഏറ്റവും വിജയമല്ല. അപ്പൊ ഏറ്റവും ബെറ്റർ വല മൊത്തത്തിൽ മരത്തിന് ചെയ്ത്. ഇത് റംബൂട്ടാനാണോ? എനിക്ക് ഇഷ്ടാണ്. ഈ എത്ര എനിക്ക് ഇഷ്ടാ? എത്ര തിന്നു? തിന്നൂല്ലേ? പറിച്ച് തിന്നൂലേ? ആർക്കും കൊടുക്കുവോ? എല്ലാവർക്കും കൊടുക്കും. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല മധുര അല്ലേ? ഇത് എനിക്ക് തരുമോ? അത് മൊത്തം ഞാൻ കൊണ്ടായാലോ? അപ്പൊ നിങ്ങക്ക് ഉണ്ടാവുമോ? താഴ്ത്തണോ? നിങ്ങളെ ഇതിമേല് നിറച്ചു ഉണ്ടോ റംബൂട്ടാന്? തന്നെ അവിടെ ഉണ്ടല്ലേ? നമുക്കൊന്ന് പറിച്ചാലോ? ഒന്ന് പറിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. തന്നെ പഴുത്താലല്ലേ? E35 ആണ്. മഞ്ഞപ്പഴം കണ്ടില്ല, നല്ല മഞ്ഞ കളറിലേക്ക് വരുന്നുള്ളൂ. എങ്കിൽ പോലും നല്ല മധുരമുണ്ട്. ഇന്ന് നന്നായിട്ട് പറിച്ചെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മരം നിറയെ കായായിരുന്നു കേട്ടോ. ഞാൻ 2 ആഴ്ച മുന്നേ വന്ന സമയത്ത് ഇത് നിറച്ച് കായാണ്. ഇപ്പം എന്താ പറഞ്ഞാൽ അത് കുറേ പറിച്ചെടുത്ത് പോയിട്ടുണ്ട്. ഒരു 10 കിലോ ഒരു ടീമിന് തന്നെ പറിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകൾക്ക് പറിച്ച് കൊടുത്തായിട്ട് എനിക്ക് തന്നെ അറിയാം. അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇതിന് മുകളിൽ നിന്ന്. എങ്കിൽ പോലും ഇപ്പോഴും നന്നായിട്ട് മരമുണ്ട്. അപ്പം ഈ ഒരു സമയത്താണ് നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം ഒരുങ്ങിയെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വൈകി പോയത്. നന്നായിട്ട് കായുണ്ട്. ഇത് ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് കായാണ് കേട്ടോ. പിന്നെ ഈ പഴത്തിന് നല്ല മധുരമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ നല്ല മധുരമുള്ള പഴമാണ്. അതാണ് അതിൻ്റെ കായ. ഇതിൻ്റെ ഉള്ളിലുള്ള നല്ല പൾപ്പാണ് അല്ലേ. നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നന്നായിട്ട് തിന്നാൻ കഴിയും. നല്ല മധുരമുള്ള സാധനമാണ് ഇത് കേട്ടോ. പൊതുവേ ഇത് കുരുവിൽ നിന്ന് വിടാറില്ല. ഇത് ശരിക്കും കുറേയൊക്കെ കുരുവിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഇനം തന്നെയാണ്. നന്നായിട്ട് കുരുവിൽ നിന്നിട്ട് മാറി കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള NIT E35 സ്കൂൾ ബോയ് ഒക്കെ തന്നെ കുരുവിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇന്നലെ ഒരു സ്കൂൾ ബോയ് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം നല്ല മധുരം, പച്ചപ്പഴത്തിന് പോലും നല്ല മധുരം. അപ്പം ആ രീതിയിലുള്ള പഴങ്ങളൊക്കെ ഈ പറമ്പിലുണ്ട് കേട്ടോ. ഇതിലെ ഒരുവിധം എല്ലാവിധ സാധനങ്ങളും അഭിയങ്കര മരമാണ് ആ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുവിധം എല്ലാ പഴവർഗ്ഗങ്ങളുള്ള ഒരു സെൻ്ററാണിത്.
ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റംബൂട്ടാനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്താൽ തന്നെ ഗുണകരമാക്കി മാറ്റാൻ കഴിയുള്ളൂ. നന്നായിട്ട് വളം കൊടുക്കണം. ഇത് കാട്ടുചെടി എന്നുള്ള രീതിയിൽ ഫിലിപ്പൈൻസിൻ്റെ ആണ് ഇത് വരുന്നത്. ഞാനവിടെ ഇതിൻ്റെ ഫോട്ടോ കണ്ട്, ഫോട്ടോ നേരിട്ട് എടുത്തു വന്ന ഒരാളിൽ നിന്നതിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ട് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവിടെ നന്നായിട്ട് ഇത് കാട്ടുചെടി എന്നുള്ള രീതിയിൽ തന്നെ ആദ്യം വളർന്നു വന്ന സാധനമാണ്. അതേസമയത്ത് നിറയെ കായ ഉണ്ടാവും. ഇന്ന് അവിടുത്തെ കൃഷി രീതി ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഇതിനെ പരിചയപ്പെടുത്തി കേരളം മൊത്തം ഈ കൃഷിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റംബൂട്ടാനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ത്യക്ക് ആവശ്യമുള്ള കായകൾ മുഴുവൻ കേരളം മൊത്തം കൃഷി ചെയ്താൽ പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. കേരളമാണ് റംബൂട്ടാൻ അനുയോജ്യമായ ഒരു മണ്ണുള്ളത്. പിന്നെ ആസാമിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഉള്ളത് ഇതിന് അനുകൂലമായ കാലാവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ കൃഷി രീതി എന്നുള്ള രീതിയിൽ റംബൂട്ടാൻ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുക. അങ്ങനെ റംബൂട്ടാന് പരിഗണന കൊണ്ടുവന്നാൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഇതിപ്പോൾ 6ാമത്തെ വർഷത്തിൽ എന്താണെങ്കിലും ഒരു 2 കിൻഡൽ 3 കിൻഡലിൻ്റെ മുകളിലേക്കുള്ള കായ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. 6 വർഷമായിട്ടുള്ളൂ കേട്ടേന്. അപ്പോൾ നന്നായിട്ട് കായലേക്ക് കൊണ്ടുവരാം. ഇത് ലിമേഷ് സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പറഞ്ഞാൽ ലിമേഷ് ഈ മരം നട്ടു കൊടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രൂണിങ് നടത്താനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ലിമേഷ് നിരന്തരം ഇടപെടുന്നതുകൊണ്ട് ലിമേഷിൻ്റെ മരത്തിൽ ലിമേഷ് കൂടുതൽ വളപ്രയോഗങ്ങളും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണമൊക്കെ ഈ മരത്തിന് കാണുന്നുണ്ട്. പൊതുവെ മഴ തുടങ്ങുന്ന സമയത്ത് ഈ മരത്തിനുണ്ടാവുന്ന ഒരു പ്രശ്നം കായ കൊഴിച്ചിലാണ്. ഇതുപോലുള്ള മരങ്ങളിൽ 15 വർഷത്തിൽ 60,000 രൂപയ്ക്ക് വരെ ഉൽപ്പന്നം കിട്ടിയ മരങ്ങൾ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഏതാളുകൾക്കും ഇതിലേക്ക് കൃഷിക്ക് വരാൻ കഴിയും. നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഉൽപ്പന്നം കിട്ടും ചെയ്യും കേട്ടോ. ഇതിനുള്ള ഒരു പ്രശ്നം മഴക്കാലം തുടങ്ങുമ്പം പെട്ടെന്ന് ഇതിനൊരു കൊഴിച്ചിൽ വരുന്നുണ്ട്. നന്നായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ ഈ മഴ തുടങ്ങുന്നതോടുകൂടി തന്നെ എന്താണെങ്കിലും ഡോളമെറ്റ് കൊടുക്കണം. നമ്മൾ ഡോളമെറ്റ് കൊടുത്താൽ കുറേ ഒരു 15 ദിവസം കൊണ്ട് തന്നെ കുറേയൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കാൻ, പൂർണ്ണമായിട്ടും കൊഴിച്ചിൽ നിൽക്കുന്നല്ല പറയുന്നത്, കുറേ കുറഞ്ഞു വരും. അതുപോലെ തന്നെ വിവേറിയ അല്ലെങ്കിൽ സാഫ്, ഇതിൽ രണ്ടിലൊരു സാധനം നമ്മൾ എന്താണെങ്കിലും അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കുറേ ഇതിൻ്റെ കൊഴിച്ചിൽ ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അത് അനുഭവങ്ങളിൽ നിന്ന് തന്നെ പറയാണ്. അതുപോലെ തന്നെ ഓൺഗ്രോൺ തന്നെ അതിൻ്റെ ഒരു കൃത്യമായ രേഖ ഇറക്കിയിട്ടുണ്ട്. അതിലും ആരും പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ കൃഷി രീതിയാക്കി തിരഞ്ഞെടുക്കാൻ കഴിയണം നമ്മൾക്ക്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇത് എവിടെ കൃഷി ചെയ്താലും ഇത് വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കണ്ടില്ലേ, അതൊക്കെ കായ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ മുകളിലുള്ള കായ കണ്ടില്ലേ, അത് കുറേ കുട്ടികളൊക്കെ പറിച്ചിട്ടൊക്കെ കഴിഞ്ഞാണ്. നിറയെ കായാണ്. പിന്നെ ഇതിന് വലയിടൽ നിർബന്ധമാണ് കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, എലിൻ്റെ ശല്യം, അണ്ണാൻ്റെ ശല്യം, വാവലിൻ്റെ ശല്യം, എല്ലാ ഇതിൻ്റെ ശല്യങ്ങളും ഉണ്ട്. എല്ലാ ജീവികളുടെ ശല്യങ്ങളും ഇതിലുണ്ടാവും. അണ്ണാനൊക്കെ ഇന്നലെ ഞങ്ങളിത് വന്ന് നോക്കുമ്പോൾ പറഞ്ഞാൽ നിറയെ അണ്ണാൻ കയറി തിന്നുക. അതിൻ്റെ അടുക്കതിരിക്കാൻ അണ്ണാൻ തിന്ന ഇതാണ് കാണുന്നത്. അണ്ണാൻ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി ആയി കഴിഞ്ഞാൽ എലി. അപ്പോൾ ഇത്തരം ഒരു മരത്തിനെ പൂർണ്ണമായിട്ടും വലക്കുള്ളിൽ കൊണ്ടുവരണം. അപ്പോൾ ഈ ഇതിനിട്ട വല, അപ്പോൾ അത് കണ്ടില്ലേ, ഈ വല ഇടുമ്പോൾ ഉണ്ടാകുന്നൊരു ദോഷം ഞാൻ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കായനോടും ഒട്ടി നിൽക്കുന്ന കായകളെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഒരു കറുപ്പ് കളർ വരുന്നുണ്ട്. അപ്പോൾ ഇതതിന് ഫലപ്രദമല്ല. ഇത് അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത് മറ്റ് പഴവർഗ്ഗങ്ങൾക്ക്, ഇതിപ്പം വ്യാപകമായിട്ട് ഇത് ആളുകൾ വാങ്ങേണ്ട ഉപയോഗിക്കേണ്ടത്, അത് പേരക്ക അതുപോലുള്ള മാങ്ങ അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ തന്നെ ഇത് കൊണ്ടുവരാം. ഇതാണ് സംബന്ധിച്ചിടത്തോളം അത്ര വിജയകരമായിട്ട് പറയാൻ കഴിയില്ല. പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ NIT E35, മലുവാന, റോങ്ഗ്രീൻ, മോർഗ്രേഡ്, സീസർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇനം തൈകൾ വിൽപ്പനയിലുണ്ട് കേട്ടോ. 220 രൂപയിൽ നിന്ന് തുടങ്ങി ആയ മരങ്ങൾ 5000 രൂപയ്ക്ക് വരെ വാങ്ങിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. വലിയ മരങ്ങൾ കായോട് കൂടി ഇപ്പം നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഉള്ള മരത്തിന് മുകളിൽ അതിൻ്റെ മുകളിൽ തന്നെ വീഡിയോ ചെയ്യുക, കാരണം കായ നന്നായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. അത്തരം മരങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പം നിലവിലുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് കൊണ്ടുപോകാൻ കഴിയും. ഇത് NIT റംബൂട്ടാനാണ് കേട്ടോ. 225 രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതൊക്കെ അതാണ്. ഇതേ ഓൺഗ്രോണിൻ്റെ തൈകളാണ്. ഇതാ കണ്ടില്ലേ, എത്ര 375 രൂപ കേട്ടോ. 375 രൂപേൻ്റെ തൈകളാണ് ഈ കാണുന്നതൊക്കെ. 375 ആണ്. റോങ്ഗ്രീൻ, NIT E35, മലുവാന തുടങ്ങിയിട്ടുള്ള എല്ലാ പഴവർഗ്ഗങ്ങളിലും ഉണ്ട് കേട്ടോ. ഒക്കെ 375 ഈ കാണുന്ന ആ തലവരെ മുഴുവൻ മരങ്ങൾക്കും 375. അത്യാവശ്യം നല്ല തൈകളാണ് കേട്ടോ അതൊക്കെ. ഇത് 750 രൂപയ്ക്ക് വിൽക്കുന്ന മരങ്ങളാണ് കേട്ടോ. 750 രൂപ വലിയ മരം അതൊക്കെ കേട്ടോ. നല്ല വലിയ തൈകളാണ് അതൊക്കെ. 750 താഴത്ത് കുറേ തൈകളുണ്ട്. പിന്നെ ഇതാ അവിടെ 2500 തൈകൾ കേട്ടോ. ഇതാ ഇതിൽ ചിലതൊക്കെ കായ ആയതുകൊണ്ട് വലിയ വലിയ മരങ്ങളുണ്ട്. ഇത് 2500 മരങ്ങളാണ് ഈ കാണുന്നത്. അത് ഇതിൻ്റെ താഴെ ഭാഗം വരെ ഇതുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള വലിയ 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 മരങ്ങളുണ്ട്. ഇതാ ഇവിടെ കേട്ടോ. ഇതൊക്കെ നല്ല നല്ല മരങ്ങളാട്ടോ. വലിയ മരം
ഇതൊക്കെ വേണമെങ്കിൽ കായ ഉണ്ടായില്ല, അതിനൊക്കെ മുകളിൽ കണ്ടില്ല കായ, കായുള്ള മരങ്ങളുണ്ട്. ഇത് NIT റംബൂട്ടാനാണ്, 5000 രൂപൻ്റെ മരമാണ്. ഇത് വലിയ കവറിലാണ് കേട്ടോ, 30 കവറിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റാണ് വരുന്നത്. വലിയ മരങ്ങളാണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോകട്ടോ. വലിയ മരങ്ങളിലുണ്ട്, കായുള്ള മരമുണ്ട്, കായ പഴുത്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ കണ്ടില്ല, നല്ല നല്ല കായകളുണ്ട്. ഇത് NIT കേട്ടോ, NIT-ൻ്റെ കണ്ട നല്ല ചോപ്പിലേക്ക് വരുന്നുള്ളൂ. നല്ല കായാണ്, അത്യാവശ്യം നല്ല കായാണ്. ഇതൊക്കെ 5000 രൂപ വിൽക്കുന്ന മരങ്ങളാട്ടോ. 5000 രൂപക്കാണ് ഇത് വിൽക്കുന്നത്. വലിയ മരമാണ്. അതിന്റെ കവർ വലിയ കവർ ഉണ്ടാവുക, നല്ല എളുപ്പമുണ്ടല്ലേ, വലിയ മരങ്ങളാട്ടോ. റംബൂട്ടാൻ്റെ ഈ മരം ഒന്ന് ആകെ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. ഇത് വലിയ മരമായിട്ട് വരുന്നത് തന്നെയാണ്, ഒരുപാട് കാലം ആയുസ്സുള്ള മരം കൂടിയാണ്. ഇത് 40 അടി അകലത്തിലാണ് കൃത്യമായിട്ട് ഇത് നടേണ്ടത്. 40 അടി അകലത്തിൽ നടണം. അതേസമയം 20 അടി അകലത്തിൽ നട്ടുകൊണ്ട് ഒരു 15 വർഷം കഴിയുമ്പോൾ ഇടയിൽ നിന്നൊരു മരം കട്ട് ചെയ്തിട്ടും ഇതിനെ വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ എന്നാൽ കൂടുതൽ ഉൽപ്പന്നം കിട്ടുന്നതിന് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടി ഉണ്ട്. 2 രീതിയിലും ചെയ്യാം. ശരിക്കും 40 അടി കൊടുത്തുകൊണ്ട് അടിയിൽ മറ്റ് കൃഷികളൊക്കെ ചെയ്ത് കുറേ കാലം കൊണ്ടുപോയി പിന്നെ അത് ആകെ മരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ കൂടി വരുന്ന ഒരു സാഹചര്യം വരും. കാരണം എങ്ങനെ പൂണി നടത്തിയാലും മരം വലുതായി വരും, അതിനനുസരിച്ച് കായ കൂടും. അതുപോലെ ഇതിന് കൃത്യമായിട്ടും വല ചെയ്ത് പോകണം കേട്ടോ, അത് നിർബന്ധമാണ്. വല ഇട്ട് പോയില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് കായ കിട്ടൂല. ഒന്നായിട്ടുള്ളൊരു വല നെറ്റാണ് ഇട്ട് മൂടേണ്ടത്. മൂടിയിട്ട് മറ്റ് ജീവികളിനുള്ളിൽ കയറാത്ത സാഹചര്യം ഉണ്ടാക്കിയാൽ നല്ല വരുമാനമുള്ള ഒരു കൃഷി രീതി എന്നുള്ള രീതിയിൽ കാണാൻ കഴിയും. ഇത് നടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഏറ്റവും നല്ല തൈകൾ വാങ്ങി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഏത് തൈ വാങ്ങി വെക്കുകയാണെങ്കിലും NIT ഒക്കെ നന്നായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന സാധനമാണ്. NIT ചെയ്താലുള്ള ഗുണം എന്താ പറഞ്ഞാൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. അതേ സ്കൂൾ ബോയ്, മഹാർലിക, റോങ് ഗ്രീൻ ഒക്കെ തന്നെ ഇതിലുണ്ട്. ഇതിൻ്റെ പഴങ്ങൾ ഞങ്ങൾ പലപ്പോഴും നിന്നാണ് ലിമേഷിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പലപ്പോഴും ഞങ്ങൾ കഴിക്കുന്നതാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എവിടെ ചെന്നാലും ഇതിൻ്റെ പഴങ്ങൾ കിട്ടാനെന്ന് നമുക്കുണ്ട്. അത് പറയാനുള്ളതാണ്. നന്നായിട്ട് നല്ല തൈകൾ സെറ്റ് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എവിടെയാണോ നല്ല തൈകളുള്ളത് അത് കണ്ടെത്തി വാങ്ങി നല്ല രീതിയിൽ കൃഷി ചെയ്യണമെന്നാണ് പറയാനുള്ളത് കേട്ടോ. ലിമേഷ് ഇത് കായ ബ്രൂണിങ് കൂടി നടത്താവുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കാണിച്ച അതിൻ്റെ കൃത്യമായിട്ടും ആ രീതിയിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ബ്രൂണിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. കാരണം അത് ഇവിടെയൊക്കെ തന്നെ കമ്പുകളായി മാറും, ഇതൊക്കെ തന്നെ കമ്പുകളാവും, നിറയെ കമ്പുകളായിട്ട് മാറും. അടുത്ത കൊല്ലം കൂടുതൽ കായകളുണ്ടാവും. അതായത് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ കായ പറിച്ചെടുക്കാനും കഴിയും. ഇങ്ങനെ തന്നെ ബ്രൂണിങ് ആ കൂടെ തന്നെ നടന്നായിട്ട് കാണാം കേട്ടോ. നല്ല രീതിയിൽ ആണ് ചെയ്യേണ്ടത്. ഇത് ഒരു മരമൊക്കെ കൃഷി ചെയ്ത ആളുകൾക്ക് ഒരു അനുഭവത്തിന് വേണ്ടിയാണ് ഇതിങ്ങനെ കാണിച്ചു തരുന്നത്. കൃത്യമായിട്ടും ഇത് ഈ രീതി ചെയ്താൽ അടുത്ത കൊല്ലത്തേക്ക് നല്ല മരങ്ങളായി മാറും, നന്നായിട്ട് കായ ഉണ്ടാവും കേട്ടോ. പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നവംബർ ഡിസംബർ മാസങ്ങളിൽ നന പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നന ഒഴിവാക്കി മരം ഒന്ന് ക്ഷീണിക്കുന്ന സമയത്താണ് ഇത് പൂക്കുന്നതോട് കൂടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നന കൊടുക്കണം. അന്നേരം ഇത് ചെറുതേനീച്ചയാണ് ഏറ്റവും കൂടുതൽ ഇത് പരാഗണം നടത്തുന്ന ജീവി. അപ്പോൾ പരാഗണം നടക്കണമെങ്കിൽ നന്നായിട്ട് ചെറുതേനീച്ച വരണമെങ്കിൽ തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടണം. അപ്പം ഈ പൂത്ത് വരുന്നതോട് കൂടി നന്നായിട്ട് നന കൊടുക്കാൻ കഴിയണം. അങ്ങനെ നന കൊടുക്കുമ്പോഴാണ് ചെറുതേനീച്ച ഏറ്റവും കൂടുതൽ ഇതിനെ ആകർഷിക്കുക. ചെറുതേനീച്ച വന്ന് പരാഗണം നടത്തുന്നതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ കായകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നന പൂർണ്ണമായിട്ട് ഈ 2 മാസത്തിൽ ഒന്ന് ഒഴിവാക്കി നിർത്തുന്നത് നല്ലതാണ്. മരം ഉണങ്ങിപ്പോകുന്ന രീതിയിലേക്ക് ആവരുത്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താണെങ്കിലും നല്ല രീതിയിൽ കായ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൻ്റെ സെൻ്ററാണിത്. എല്ലാവിധ പഴവർഗ്ഗങ്ങളിലുണ്ട്. റംബൂട്ടാൻ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മാവിൻ്റെ എല്ലാ വെറൈറ്റികളും ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉള്ളൊരു നഴ്സറിയാണ്. ഞങ്ങളുടെ നമ്പർ 8078 160 440. ഈ നമ്പറിലാണ്, ഇതാണ് എൻ്റെ നമ്പർ. മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടും പറഞ്ഞു തരാൻ കഴിയും. ഇതിൻ്റെ ലൊക്കേഷൻ ഇത് പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ഥാപനമാണ്. കൊട്ടപ്പുറത്ത് നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള റോഡിലേക്ക് തിരിയുമ്പോൾ തന്നെ ഇടതുഭാഗത്തെ തിരിഞ്ഞാൽ 10 മീറ്റർ കഴിഞ്ഞ് ഇടതുഭാഗത്തെ തിരിഞ്ഞാൽ ഇത് ഈ നഴ്സറിലെത്താൻ കഴിയും. കൊട്ടപ്പുറത്ത് 100 മീറ്ററേ ഉള്ളൂ ഈ നഴ്സറിലേക്ക് കേട്ടോ. അപ്പം ഒന്ന് നമ്മൾ ലിമേഷൻ്റെ വീട്ടിലെ റംബൂട്ടാൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ ശ്രീധരേട്ടൻ പറഞ്ഞു തന്ന്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.